മുമ്പിലെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ചികിത്സ മുടങ്ങി ഭിന്നശേഷിക്കാരൻ. കോഴിക്കോട് നടുവണ്ണൂർ അരിക്കുളം സ്വദേശി മക്കാട്ട് നജ്മലാണ് ദുരിതം നേരിടുന്നത്. ജന്മനാ കൈകാലുകൾ തളർന്ന നജ്മലിനെ ആശുപത്രിയിൽ എത്തിക്കാനാകാതെ സ്ഥിതിയിലാണ് വീട്ടുകാർ. അരിക്കുളം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന നജ്മൽ ജന്മന കൈകാലുകൾ തളർന്നയാളാണ്. വീടിന് മുമ്പിലൂടെ പോകുന്ന റോഡിലൂടെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഈ വഴിയിലൂടെ വേണം നജ്മലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ. പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് ചുമന്നു കൊണ്ടുപോയിരുന്നെങ്കിലും പിതാവിൻ്റെ മരണശേഷം ദുരിതം ഇരട്ടിയായി. ഒരു ആശുപത്രി പോകണമെങ്കിൽ കൂടി ഒരു വാഹനം ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഡോക്ടർമാർ ഇങ്ങോട്ടാണ് വരുത്ത്. പിന്നെ അത്യാവശ്യം എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ആ റോഡിൻ്റെ അടുത്ത് വണ്ടി വന്നിട്ട് കസേര കുത്തിപ്പിച്ച് 3 കൂടിയിട്ട് കൊണ്ടുപോകണം. ജീപ്പിലൊക്കെ കയറ്റാൻ ബുദ്ധിമുട്ടാണ്, കാറിൽ കയറ്റാനും പറ്റൂല. റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇന്നലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്ത് പ്രസിഡന്റെയും നേരിട്ട് കണ്ട് ഇതിൻ്റെ വിവരങ്ങൾ ധരിപ്പിച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭരണസമിതിക്കൊന്നും ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള മറുപടി തന്നെയാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ ഈ നജ്മൽ എന്ന ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കുടുംബം. ഈ ഭിന്നശേഷിക്കാർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളും പ്രശ്നങ്ങളും സഹായങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഈ ഒരു 35-45 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവാവ് ഇത്രയും പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായതിൽ നമുക്ക് അധികം എല്ലാവർക്കും പ്രയാസം, അധികം പ്രതിഷേധമുണ്ട്. നജ്മലിൻ്റെ ദുരവസ്ഥയ്ക്ക് അധികൃതർ ഇടപെട്ട് എത്രയും വേഗം പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്.